ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിർച്ചോഫ്സ് സെക്കൻഡ് ലോ, അതായത് ലൂപ്പ് റൂൾ അഥവാ വോൾട്ടേജ് ലോ എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജംഗ്ഷൻ റൂൾ പഠിക്കുകയുണ്ടായി. ദ കറണ്ട് ടുവാർഡ്സ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് എവേ ഫ്രം ദ ജംഗ്ഷൻ, അഥവാ ദ ഓൾജിബ്രിക് സം ഓഫ് ദ കറണ്ട് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ലോ ആണ്, ലൂപ്പ് റൂളാണ്. ലൂപ്പ് റൂളിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. ഇതേപോലെയുള്ള കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സ് വന്നു കഴിയുമ്പോൾ നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് മാത്രം കൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇത് സീരീസ് കണക്ഷനാണ്, പാരലൽ കണക്ഷനാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ പ്രയാസമാണ്, എപ്പോഴും അത് പ്രാക്ടിക്കൽ ആവില്ല. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സ് വരുമ്പോൾ നമ്മൾ കിർച്ചോഫ്സ് ലോ ആണ് അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് കിർച്ചോഫ് സെക്കൻഡ് ലോ നമുക്ക് ആദ്യം പഠിക്കാം. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സ് എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് കിർച്ചോഫ് സെക്കൻഡ് ലോ എന്ന് പഠിക്കാം. സെക്കൻഡ് ലോ പറഞ്ഞാൽ ഇത്ര ഉള്ള ഇനി ക്ലോസ്ഡ് സർക്യൂട്ട്, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം, വളരെ പ്രധാനപ്പെട്ട വാക്കാണ് ക്ലോസ്ഡ്. ഇനി ക്ലോസ്ഡ് ലൂപ്പ്, ദ ഓൾജിബ്രിക് സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ദ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ EMF ഓഫ് ദ സർക്യൂട്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊരു സർക്യൂട്ട് സങ്കല്പിക്കാൻ പോവുകയാണ്, നോക്കിയെന്നുള്ളൂ. ഓക്കെ, രണ്ട് സെല്ലുകൾ എടുത്തിട്ടുണ്ട്, 3 റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് സെല്ലിൻ്റെ EMF E1, ഇത് സെല്ലിൻ്റെ EMF E2, ഇത് റെസിസ്റ്റൻസ് R1, റെസിസ്റ്റൻസ് R2, റെസിസ്റ്റൻസ് R3. ഓക്കെ, സോ ഇവിടുന്ന് I1 എന്ന് പറയുന്ന കറണ്ട് ഇറങ്ങുന്നു. ഈ സെല്ലിൽ നിന്ന് E1 നിന്ന് I1 കറണ്ട് ഇറങ്ങുന്നു. സെൽ E2വിൽ നിന്ന് I2 കറണ്ട് ഇറങ്ങുന്നു എന്ന് വിചാരിക്കുക. ഈ I1 കറണ്ട് R1 റെസിസ്റ്റൻസിലൂടെ ഈ ജംഗ്ഷനിലെത്തുന്നു. I2 കറണ്ട് R2 റെസിസ്റ്റൻസിലൂടെ ഈ ജംഗ്ഷനിലെത്തുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നെയിം ചെയ്യാം പറയാൻ എളുപ്പത്തിന് വേണ്ടി. A, B, C, D, E, F. ഓക്കെ, ഇത് ജംഗ്ഷൻ ബി ആണത് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് വരുന്നു. ഈ സെല്ലിൽ നിന്ന് I1 എന്ന് പറയുന്ന കറണ്ട് ജംഗ്ഷൻ ബിയിലെത്തുന്നു. I2 കറണ്ട് R2യിലൂടെ ജംഗ്ഷൻ ബിയിലെത്തുന്നു. എന്ത് സംഭവിക്കും? ഫസ്റ്റ് ലോ പഠിച്ചല്ല, കറണ്ട് ഫ്ലോയിങ് ടുവാർഡ്സ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ഫ്ലോയിങ് എവേ ഫ്രം ദ ജംഗ്ഷൻ. സോ ഈ വന്ന കറണ്ടും കൂടി ചേർന്ന് താഴേക്ക് ഒഴുകും. ദാറ്റ് ഈസ് I1 പ്ലസ് I2. ഇവിടെ നിന്ന് വരുന്ന കറണ്ട് I1, ഈ കറണ്ട് എന്താണ് I1, ഈ വന്ന കറണ്ട് I2. സോ I1ഉം I2ഉം കൂടി ജംഗ്ഷനിൽ വന്ന് കൂടിച്ചേരും. കറണ്ട് ടുവാർഡ്സ് ദ ജംഗ്ഷൻ I1 ആൻഡ് I2, കറണ്ട് എവേ ഫ്രം ദ ജംഗ്ഷൻ, ദാറ്റ് ഈസ് I1 പ്ലസ് I2. ഈ I1 പ്ലസ് I2 കറണ്ട് ഇങ്ങോട്ട് വരുന്നു, ജംഗ്ഷൻ ഇയിലെത്തുന്നു. വീണ്ടും ജംഗ്ഷൻ എത്തി, രണ്ട് കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. സോ ഇങ്ങോട്ട് ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കും? ഇവിടെ നിന്ന് I1 കറണ്ട് ഇറങ്ങിയത് കൊണ്ട് ഇങ്ങോട്ട് വരുന്ന കറണ്ടും എന്ത് തന്നെയായിരിക്കും? I1 തന്നെയായിരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങിയ കറണ്ട് I2 ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്ന കറണ്ടും എന്ത് തന്നെയായിരിക്കും? I2 ആയിരിക്കും. ഓക്കെ, കറണ്ട് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൂപ്പ് റൂളിലേക്ക് കടക്കാം. ഇനി ക്ലോസ് സർക്യൂട്ട്, അപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കണം. ഇവിടെ നമുക്ക് ഇങ്ങനൊരു ക്ലോസ്ഡ് സർക്യൂട്ട് സങ്കല്പിക്കാം. ഈ ഒരു ബ്രാഞ്ച് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്തൊരു ബ്രാഞ്ച് എടുക്കാം, ഈ ഒരു ബ്രാഞ്ച് എടുക്കാം. രണ്ട്, ഇത് മൊത്തത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാം, മൊത്തത്തിലൊരു ബ്രാഞ്ച് കൺസിഡർ ചെയ്യാം. അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് എടുക്കാൻ പോണത്. A, B, E, F, A ഒരു ബ്രാഞ്ചായി നോക്കാം നമുക്ക്. A, B, E, F, A കണ്ട, എന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ അവസാനിക്കണം. എന്താണ്? ക്ലോസ്ഡ് ആയിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം, ലൂപ്പ് ക്ലോസ്ഡ് ആയിരിക്കണം. A, B, E, F, A. ഈ ലൂപ്പിൽ എന്താണ് ലോ പറയണത്? The algebraic sum of the products of the current and resistance is equal to EMF of the circuit. നോക്കാം. എ ബി എടുക്കുക. എ ബിയിലെ കറണ്ട് എന്താണ്? എ ബിയിലെ കറണ്ട് ആണ് I1. എ ബിയിലെ കറണ്ട് I1. എ ബിയിലെ റെസിസ്റ്റൻസ് എന്താണ്? എ ബിയിലെ റെസിസ്റ്റൻസ് R1.
എ ബിയിലെ റെസിസ്റ്റൻസ് R1. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. അടുത്തത് BE എടുക്കുക. BE എവിടെ? ബി എവിടെ? BEയിലെ കറണ്ട് എന്താണ്? I1 പ്ലസ് I2. BEയിലൂടെ ഒഴുകുന്ന കറണ്ട് എന്താണ്? I1 പ്ലസ് I2. I1 പ്ലസ് I2. ഓക്കെ. അവിടുത്തെ റെസിസ്റ്റൻസ് എന്താണ്? BEയിലെ റെസിസ്റ്റൻസ് എന്താണ്? R3. ഓക്കെ, R3. അടുത്തത് നമുക്ക് EF എടുക്കാം. EFയിലെ കറണ്ട് എന്താണ്? I1, പക്ഷെ റെസിസ്റ്റൻസ് ഇല്ല. അടുത്തത് FA എടുക്കാം. FAയിലെ കറണ്ട് എന്താണ്? I1, റെസിസ്റ്റൻസ് ഇല്ല. സോ ദ ഓൾജിബ്രിക് സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ദ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ EMF ഓഫ് ദ സർക്യൂട്ട്. ഇതിനകത്തുള്ള EMF എന്താണ്? ദാറ്റ് ഈസ് E1. തീർന്നു. ഇനി ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കിയേ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആരോ നോക്കിയേ, ആരോ എപ്പോഴെങ്കിലും തിരിയുന്നുണ്ടോ നോക്കിയേ, ആരോ റിവേഴ്സ് ആവുന്നുണ്ടോ നോക്കിയേ. ഇല്ല, സെയിം കണ്ടാ, ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഒഴുകുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മളിവിടെ പ്ലസ് എടുക്കും. സോ ഇതാണ് ലോ. ദ ഓൾജിബ്രിക് സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ദ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ EMF ഓഫ് ദ സർക്യൂട്ട്. വേറെ ഒന്നും എടുക്കാം നമുക്ക്. ഇപ്പുറത്തെ സർക്യൂട്ട് റൈറ്റ് സൈഡില CBEDC നോക്കാം നമുക്ക്. CBEDC. ഇപ്പൊ ഒരു സംശയം വരും, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. BCDEB തിരിച്ചെടുത്താലും കുഴപ്പമില്ല. കറണ്ട് ഒഴുകുന്നത് ഇങ്ങനെയാണ്. കറണ്ട് നോക്കേണ്ടത് നമ്മൾ പാത്താണ് നോക്കേണ്ടത്. കറണ്ട് ഒഴുകുന്നത് നമ്മൾ നോക്കണ്ട, നമ്മൾ കൺസിഡർ ചെയ്യണ പാത്ത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ നമുക്കിവിടെ എന്ത് ചെയ്യാം? ആന്റി ക്ലോക്ക് വൈസ് എടുക്കാം, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് എടുക്കാം. നോക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ആരോ ഇങ്ങനെ നോക്കണ്ട. കറണ്ട് എപ്പോഴും പോസിറ്റീവിനെ പുറത്തേക്ക് ഇറങ്ങുള്ളൂ, അത് ശരിയാണ്. പക്ഷെ പാത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. സോ ഞാനിവിടെ എടുത്തേക്കണത് ഏതാണ്? CBEDC. ദ ഓൾജിബ്രിക് സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ദ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ EMF. നോക്കാം നമുക്ക്. ഓരോ നോക്കിക്കോളൂ. ആദ്യം CB എടുക്കുക. CB എവിടെ? CBയിലെ കറണ്ട് എന്താണ്? I2. റെസിസ്റ്റൻസ് എന്താണ്? R2. സോ എന്ത് വരും? I2 ഇൻറ്റു R2. അടുത്തത് BE എവിടെ? എവിടെ? BEയിലെ കറണ്ട് എന്താണ്? ദാറ്റ് ഈസ് I1 പ്ലസ് I2. റെസിസ്റ്റൻസ് എന്താണ്? R3. അപ്പൊ I1 പ്ലസ് I2 ഇൻറ്റു R3. അടുത്തെന്താണ്? ED. നോക്കിയേ, EDയിൽ കറണ്ട് ഉണ്ട്, പക്ഷെ റെസിസ്റ്റൻസ് ഇല്ല. അടുത്തത് DCയിലും കറണ്ട് ഉണ്ട്, റെസിസ്റ്റൻസ് ഇല്ല. സോ എന്താണ്? ദ ഓൾജിബ്രിക് സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ദ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ EMF. ഇതിനകത്ത് EMF എന്താണുള്ളത്? E2. ഈസലിന്റെ EMF ആണ് E2. നോക്കിയേ, ആരോ നോക്കിയേ, ആരോ എവിടെയെങ്കിലും റിവേഴ്സ് ആവുന്നുണ്ടോ നോക്കിയേ, ആരോ എവിടെയെങ്കിലും റിവേഴ്സ് ആവുന്നുണ്ടോ നോക്കിയേ. ഇല്ല. അതുകൊണ്ട് ഇവിടെ എപ്പോഴും തന്നെയാണത്. സോ എപ്പോഴും ഇവിടെ പോസിറ്റീവ് വരും നിർബന്ധമുണ്ടോ? ഇല്ല. ഒരെണ്ണം കൂടി കഴിഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഇത് പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് ആവുന്നത് കാണാം. ഇനി സെല്ലിന്റെ സൈനും മാറുന്നത് കാണാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ക്ലിയർ ആയി. ഞാൻ അടുത്തെടുക്കാൻ പോകുന്നത് ഈ മൊത്തത്തിലുള്ള ബ്രാഞ്ചാണ്. വെരി ഇമ്പോർട്ടന്റ്, ശ്രദ്ധിച്ചിരിക്കുക. ഈ മൊത്തത്തിലുള്ളതാണ്. ഓക്കെ, ABCDEFA ഔട്ടർ. ABCDEFA നോക്കുന്നുള്ളൂ. ABCDEFA. Ready? The algebraic sum of the products of the current and resistance is equal to the EMF of the circuit. ഓർന്നെടുക്കാം. ABയിലെ കറണ്ട് എന്താണ്? I1. ABയിലെ റെസിസ്റ്റൻസ് എന്താണ്? R1. അപ്പൊ എന്ത് വരും? I1 ഇൻറ്റു R1. ഓക്കെ. അടുത്തത് BC നോക്കണേ, ശ്രദ്ധിച്ചു നോക്കണേ. അടുത്ത BC കണ്ട, BC നമ്മൾ എടുത്തേക്കണ പാത്ത് BC എന്നാണ്, പക്ഷെ കറണ്ട് എങ്ങാടാണ്? നേരെ തിരിച്ചാണ്. കണ്ട, ഇവിടെയാണ് മൈനസ് വരുന്നത്. AB എന്ന് പറയുമ്പോൾ ആരോ നോക്കിയേ, കറണ്ട് റൈറ്റിലേക്കാണ്. ഈ പടത്തിൽ ആരോ അനുസരിച്ച ആ കറണ്ട് എന്താണ്? I1. റെസിസ്റ്റൻസ് എന്താണ്? R1. എന്നാൽ ബിന്ന് സിയിലേക്ക് നമ്മൾ പാത്തെടുത്തണം, ബിന്ന് സിയിലേക്കാണ്, പക്ഷെ കറണ്ട് കൊടുക്കണ അവിടെ നിങ്ങാടല്ലേ. സോ മൈനസ്. ഇതാണ് ഓൾജിബ്രിക് സം എന്ന് പറയുന്നത്. അതായത് പ്ലസ് ആകാം, മൈനസ് ആകാം. അതാണ് ഓൾജിബ്രിക് സം ഓഫ് ദ
പ്രോഡക്ട്സ് ഓഫ് ദ ആരൊക്കെ പ്രോഡക്റ്റ് ആണ് നോക്കാം നമുക്ക്. ബി സിയിലെ കറണ്ട് എന്താണ്? I2, റെസിസ്റ്റൻസ് എന്താണ്? R2. അപ്പൊ കറണ്ട് എന്താണ്? I2, റെസിസ്റ്റൻസ് എന്താണ്? R2. എന്തുകൊണ്ട് -1 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടുന്ന് എന്ന് ബിയിലേക്ക് ആരോ റൈറ്റിലേക്കാണ്, ബിന്ന് സിയിലേക്ക് ആരോ ലെഫ്റ്റിലേക്കാണ്. ഓക്കെ, അടുത്തതാണ് സി ഡി എടുക്കുക. സി ഡിയിൽ കറണ്ട് ഉണ്ടോ? ഉണ്ട്. റെസിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല, വേണ്ട. അടുത്തത് ഡിഇയിൽ കറണ്ട് ഉണ്ടോ? ഉണ്ട്. റെസിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല, വേണ്ട. ഓക്കെ, അടുത്തത് ഇഎഫിൽ കറണ്ട് ഉണ്ടോ? ഉണ്ട്. റെസിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല, ഓക്കെ, വേണ്ട. അടുത്തത് എഫ് എയിൽ കറണ്ട് ഉണ്ടോ? ഉണ്ട്. റെസിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല, ഓക്കെ, വേണ്ട. ഓക്കെ, ഈക്വൽ ടു ശ്രദ്ധിച്ചിരുന്നോളാം. The algebraic sum of the plus or minus the algebraic sum of the products of the current and resistance is equal to the total EMF. Total EMF എത്ര ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ടോട്ടൽ EMF E1 plus E2 അല്ല. അതാണ് പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധിച്ചിരുന്നോളൂ. ഒരു സെല്ല് ഇത് ഇങ്ങോട്ടാണ് നമ്മൾ പാത്ത് കൺസിഡർ ചെയ്യണത്, കറണ്ട് ഒഴുകണതല്ല. പാത്ത് കൺസിഡർ ചെയ്യണത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ EMF -E എന്ന് എടുക്കണം. പാത്ത് കൺസിഡർ ചെയ്യണത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ +E എന്ന് എടുക്കണം. വെരി 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 ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ആണ് നമ്മൾ പാത്ത് കൺസിഡർ ചെയ്യണമെങ്കിൽ -EMF എന്ന് എടുക്കണം. ഇവിടെ തിരിച്ച പാത്ത് ഇങ്ങോട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ +E എന്ന് എടുക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ എന്താ സംഭവിച്ചു നോക്കിയേ. എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ABCDEF. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ എങ്ങാടാ വരുന്നത്? കറണ്ട് എങ്ങാടാ വരുന്നത്? നമ്മൾ പാത്ത് എങ്ങാടാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കണ്ട, നമ്മൾ പാത്ത് എങ്ങടാ കൺസിഡർ ചെയ്തേക്കണത്. പാത്ത് എങ്ങാടാണ്? ABCD. സിയിൽ നിന്ന് ഡിയിലേക്ക്, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, -E. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, സിന്ന് ഡി എന്ന് പറയുമ്പോൾ പോസിറ്റീവിൽ അല്ലെ, സിന്ന് ഡിയിൽ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവിലേക്ക്, -E. അതായത് -E2. ഇനി ഇങ്ങനെ വന്നിട്ട് നോക്കുക. ABCDEF. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. DFA. ഇവിടെ നിങ്ങോട്ട് എവിടെയാണ് നോക്കിയേ? നെഗറ്റീവ് ടു പോസിറ്റീവ് എന്തെടുക്കണം? +E1. അപ്പൊ എന്ത് വന്ന? -E2 +E1. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എത്ര കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ലോ പറയണത്? ദ algebraic sum of the പ്ലസ് ആകാം മൈനസ് ആകാം പ്രോഡക്ട്സ് ഓഫ് ദ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ EMF ഓഫ് ദ സർക്യൂട്ട്. ആ EMF എടുക്കുന്ന സമയത്ത് ഈ കണ്ടീഷൻ നമ്മൾ പഠിച്ചിരിക്കണം. പാത്താണ്, കറണ്ട് ഒഴുകുന്നതല്ല. വീണ്ടും പറയുന്നു, പാത്താണ്. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ആണ് പാത്ത് എടുക്കുന്നെങ്കിൽ ആ സെല്ലിന്റെ EMF -E ആയിട്ട് എടുക്കണം. നേരെ മറിച്ച് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഡയറക്ഷൻ എടുക്കുന്നതെങ്കിൽ, പാത്ത് എടുക്കുന്നതെങ്കിൽ +EMF ആയിട്ട് എടുക്കണം. ഓക്കെ, സോ പറഞ്ഞ് മൈൻഡപ്പ് ചെയ്യുന്നു. എന്താണ് ലൂപ്പ് റൂള്? ദ algebraic sum of the in any closed circuit the algebraic sum of the products of the current and resistance is equal to the total EMF of the circuit. മനസ്സിലാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.